പത്തനംതിട്ട ജില്ലയുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന പദ്ധതികളുമായി LDFന്റെ ജില്ലാ പഞ്ചായത്ത് പ്രകടന പത്രിക. പുതിയ പദ്ധതികൾക്കൊപ്പം നിലവിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ വിപുലീകരണവും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കുറി ജില്ലാ പഞ്ചായത്തിലും ഭരണ തുടർച്ചയാണ് LDF ലക്ഷ്യം വയ്ക്കുന്നത്. വൻ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം LDFന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പാക്കിയത്. കൊടുമൺ റൈസ് മിൽ, മല്ലപ്പള്ളിയിലെ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവ രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതികളാണ്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ട രോഗികൾക്ക് സൗജന്യ മരുന്ന് നൽകുന്ന പദ്ധതിയും LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടപ്പാക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ തുടർഭരണം ലഭിച്ചാൽ നിലവിലുള്ള പദ്ധതികളുടെ വിപുലീകരണം സാധ്യമാകും. മതസൗഹാർദ്ദത്തിന്റെ നാടായ പത്തനംതിട്ടയുടെ സമഗ്ര വികസനമാണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നതോടെ കൂടുതൽ നമ്മുടെ ജില്ലയെ, പ്രത്യേകിച്ചും നമ്മുടെ ശബരിമല ഉൾപ്പെടെ, മാരാമൺ ഉൾപ്പെടെ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഉൾപ്പെടെ, നമ്മുടെ പള്ളി പെരുന്നാൾ ഉൾപ്പെടെ, അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ ജില്ലയാണ് നമ്മുടെ ജില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന നടപടികളിലേക്ക് ജില്ലയെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നെൽകൃഷി വ്യാപനം, ടൂറിസം വികസനം, വിദ്യാഭ്യാസ മേഖലയിലെ വികസന പദ്ധതികൾക്കും ഊന്നൽ നൽകുന്നതാണ് LDFന്റെ പ്രകടന പത്രിക. പത്തനംതിട്ടയെ വയോജന സൗഹൃദ ജില്ലയാക്കാനുള്ള കർമ്മ പദ്ധതിയും ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന നിരവധി പദ്ധതികളും പ്രകടന പത്രികയിൽ LDF ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.